അല്ല, അതിനകത്തുള്ള വിഷയം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ കലോത്സവങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ. പല കലോത്സവങ്ങളിൽ പങ്കെടുക്കുകയും കലോത്സവങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലെ കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട്, അതിപ്പോൾ സ്കൂൾ കലോത്സവത്തിനകത്തുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് സ്കൂൾ കലോത്സവത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗമായിട്ടില്ല ഞാൻ വ്യക്തിപരമായിട്ട്, ക്യാമ്പസ് കലോത്സവങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ മാഫിയ സംഘങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി വലിയ ശ്രമം കഴിഞ്ഞ നാളുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം, വളരെ വിപുലമായിട്ടുള്ള ശ്രമം ഈ ആളുകളിൽ സഭ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇതിൻ്റെ ഭാരവാഹികളെ അടക്കം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ അടക്കം പല നിലയ്ക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ഈ കലോത്സവത്തിൻ്റെ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. ഇതിനകത്ത് പല അധ്യാപകർ, നൃത്താധ്യാപകർ അടക്കമുള്ള ഈ ഇവൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ജഡ്ജസിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനം കലോത്സവങ്ങൾ കേന്ദ്രീകരിച്ച് നടത്താൻ വേണ്ടി അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലുള്ള ഇടപെടൽ ഈ കലോത്സവത്തിൻ്റെ ആരംഭത്തിലും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് വലിയ ജാഗ്രത ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ജഡ്ജ്മെൻറ്റിന് എത്തുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഈ ചെസ് നമ്പറുകൾ അലൗ ചെയ്യുന്ന ഘട്ടം മുതൽ ജഡ്ജസിൻ്റെ ഫോൺ മാറ്റിവെക്കുന്നതിന് വേണ്ടി, ഫോണ് പ്രോഗ്രാം കമ്മിറ്റിയിൽ ഏൽപ്പിച്ചതിന് ശേഷം ജഡ്ജ്മെൻറ്റിലേക്ക് പോകണം എന്നുള്ളൊരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു തരത്തിലും തെറ്റായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് ശരി തെറ്റുണ്ടോ നിങ്ങൾ ആര് പരിശോധിക്കാൻ? ആ ചോദ്യത്തിന് കാര്യമുണ്ട്. ഞങ്ങൾ ആരുമല്ല. എന്നാൽ അവിടെ ഒന്നിലധികം ക്യാമ്പസുകളുടെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത് ശരിയല്ലാത്ത ജഡ്ജ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഈ പറഞ്ഞ ആളുകൾക്കതിനകത്ത് ഞങ്ങളത് ഭീഷണിപ്പെടുത്തി ഫോൺ മേടിച്ച് നോക്കല്ലേ ചെയ്തിട്ടുള്ളത്. ഇന്ന ആളുകളുടെ ഫോൺ ഓപ്പൺ ചെയ്ത് അവർ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കാണിക്കാൻ ആവശ്യപ്പെടുകയും ആ ഘട്ടത്തിൽ ഒരു വാട്സപ്പ് അടക്കം ഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ ചില ക്യാമ്പസുകളിൽ ഇതേ ഇവൻ്റ് പഠിപ്പിച്ച ആളുകളുടെ മെസ്സേജുകൾ ഉൾപ്പെടെ ഈ പറഞ്ഞ ചെസ് നമ്പറുകളടക്കം എഴുതി കൊടുക്കുന്ന നിലയിലേക്കുള്ള മെസ്സേജുകളടക്കം കാണുന്ന ഘട്ടത്തിൽ അത് ശരിയായിട്ടുള്ള ഒരു നിലയല്ല എന്നുള്ളത് സംഘാടക സമിതി കരുതി, ആ കരുതലിൻ്റെ പുറത്ത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടുന്നത് പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും സഹിതമാണ് പോലീസിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്ത ഒരു ശരിയല്ലാത്ത കാര്യം സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ അതിനകത്ത് ഞങ്ങൾ വിചാരണ നടത്താനോ അല്ലെങ്കിൽ ഞങ്ങൾ അതിനകത്ത് ശിക്ഷ വിധിക്കാനോ അല്ല നിന്നിട്ടുള്ളത്. ഞങ്ങളത് നിയമ സംവിധാനത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്, അത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ ഞങ്ങൾ ആളല്ല താനും. അല്ല, ഇതിനകത്ത് നല്ല ജാഗ്രതയോടുകൂടെ തന്നെയാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ജാഗ്രതയോടുകൂടെ തന്നെ. ഇപ്പോൾ ഇതിനകത്ത് കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഈ കലോത്സവവുമായി ബന്ധപ്പെടുന്നത് നോക്കിക്കോ, ഈ ജില്ലകൾക്കകത്ത് കേരള സർവകലാശാല നിൽക്കുന്ന ജില്ലകൾക്കകത്തൊന്നുമുള്ള ഒരാളില്ല. പരമാവധി പല പ്രദേശങ്ങളിൽ നിന്നും ഇതിനു മുൻപ് പല കലോത്സവം ഈ പറഞ്ഞ ആളുൾപ്പെടെ എത്രയോ സർവകലാശാല കലോത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ മെഡിക്കൽ കലോത്സവത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ഈ SFIയുടെ യൂണിയനുകൾ തന്നെ സംഘടിപ്പിച്ച പല കലോത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ഇവർക്കെതിരെ ഒന്നും ഇതിനു മുൻപ് അലിഗേഷനുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ മാർഗംകളിയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പലേറ്റ് കമ്മിറ്റി പരിശോധിച്ചല്ലോ. അപ്പലേറ്റ് കമ്മിറ്റിക്കകത്തുള്ള SFI അല്ലല്ലോ, സർവകലാശാല അധികാരികളാണല്ലോ. അവർ പരിശോധിച്ചാൽ അതിനകത്ത് ക്രമക്കേടുണ്ട്, പരാതികൾക്കകത്ത് വസ്തുതയുണ്ട് എന്ന് കണ്ട ആ ഇവൻ്റ് തന്നെ ഫ്രീസ് ചെയ്തല്ലോ. ആ ഇവൻ്റ് രണ്ടാമത് നടത്തണം എന്നുള്ളതായിരുന്നല്ലോ അപ്പലേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം. അപ്പം അതെ അല്ല, അദ്ദേഹം നിന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടി വരുന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോലീസ് ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന ബോധ്യത്തിൻ്റെ പുറത്താണല്ലോ ഞങ്ങൾ അദ്ദേഹത്തെയും പോലീസിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ ഇപ്പോൾ മാറി വാന്യൂസിന് ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് ഏറ്റവും മാതൃകാപരമായി കലോത്സവം നടന്നു പോകണം. ഒരു തരത്തിലുള്ള ക്രമക്കേടും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇതിനകത്ത് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ മാസങ്ങളോളം പരിശീലനം നടത്തി മാസങ്ങളോളം പണിയെടുത്ത് കലോത്സവത്തിലെത്തുന്ന ആളുകൾ, ഇതിനെ ചില മാഫിയ സംഘങ്ങൾ പണമെറിഞ്ഞും മറ്റിടപെടൽ നടത്തിയും അതിനകത്ത് ഇടപെടാൻ വേണ്ടി സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമം നടത്തുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കലോത്സവത്തെ ആകമാനം തകർക്കുന്നതിന് വേണ്ടി പല കേന്ദ്രങ്ങളിൽ നിന്ന് ഇടപെടലുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ഉൾപ്പെടെ കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതുണ്ടാകാത്ത നിലയ്ക്ക് മാതൃകാപരമായിട്ട് കലോത്സവങ്ങൾ സംഘടിപ്പിച്ച് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്.
ഇത് ഞങ്ങൾക്ക് എന്താ പറയുക, മുഴുവൻ ഇതിൻ്റെ എല്ലാ കണ്ണികളിലേക്കും കണ്ടെത്താൻ വേണ്ടി കഴിയുന്ന ഇതിനേക്കാൾ വലിയ സംഘങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ആ ആളുകളെ അടക്കം പോലീസ് ഈ അന്വേഷണത്തിൻ്റെ തുടർച്ചയിൽ കണ്ടെത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റായി SFI അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നിന്ന് മാധ്യമങ്ങളെങ്കിലും പിന്മാറണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാറുള്ളത്.